ദി പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ വിശദീകരിക്കാനാകാത്തതും നിഗൂഢവുമായ സംഭവങ്ങൾ നിറഞ്ഞതായിരുന്നു എന്ന് പലരും പറയുന്നു. ആകസ്മികമായ ചാട്ടവാറടി മുതൽ ഇടിമിന്നൽ വരെ പ്രധാന നടനായ ജിം കാവിസലിന് യഥാർത്ഥ പരിക്കുകൾ നേരിടേണ്ടി വന്നു. ഈ സംഭവങ്ങൾ വെറും യാദൃച്ഛികതകളായിരുന്നോ, അതോ ഈ പ്രോജക്റ്റിന് പിന്നിൽ ആഴത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്തുവാൻ, ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ സംഭവിച്ച അസാധാരണ കാര്യങ്ങൾ അറിയുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാൻ ഞാൻ ആദ്യമേ എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോട് അഭ്യർത്ഥിക്കുന്നു. തുടക്കം മുതൽ തന്നെ ഇതൊരു പരമ്പരാഗത സിനിമയല്ലെന്ന് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൻ്റെ ഡയറക്ടർ മെൽ ഗിബ്സണിന് അറിയാമായിരുന്നു. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ അവസാന മണിക്കൂറുകളെ അത്ഭുതപൂർവമായ ആധികാരികതയോടെ ചിത്രീകരിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്ത അദ്ദേഹം 1-ാം നൂറ്റാണ്ടിലെ യെരൂശലേമിലേക്ക് കാഴ്ചക്കാരെ കൊണ്ടുപോകുന്ന റിയലിസ്റ്റിക് ക്രമീകരണങ്ങളാണ് ഉപയോഗിച്ചത്. അങ്ങനെ അറാമിക്, ലാറ്റിൻ, ഹീബ്രു ഭാഷകളിൽ ചിത്രീകരിക്കുവാൻ തീരുമാനിച്ചു. ഈ തീരുമാനം അഥവാ അംബീഷ്യസ് ഡിസിഷൻ സാങ്കേതികവും കലാപരവുമായ വെല്ലുവിളികൾ മാത്രമല്ല, ആ സിനിമയുടെ സെറ്റിൽ ആഴത്തിലുള്ള ആത്മീയ സാന്നിധ്യവും ക്ഷണിച്ചു വരുത്തുന്നതായി തോന്നി. യഥാർത്ഥവും ഭാരമേറിയതുമായ ഒരു കുരിശു വഹിച്ചുകൊണ്ട് യേശുവായി അഭിനയിച്ച കാവിസലിന് ഒരു രംഗത്തിനിടെ വീണതിന് ശേഷം തോളിൽ സ്ഥാനഭ്രംശം അഥവാ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു. ഏറ്റവും തീവ്രമായ നിമിഷങ്ങളിലൊന്നായി മാറി അത്. ക്യാമറയിൽ പകർത്തിയ വേദന അഭിനയമായിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രതികരണമായിരുന്നു. അത് സിനിമയ്ക്ക് റിയലിസ്റ്റിക് ആയ ഒരു ഫീലിംഗ് നൽകി. കൂടാതെ ക്രൂരമായ ഒരു രംഗത്തിനിടെ കാവിസലിന് ആകസ്മികമായി ഒരു ഗുരുതരമായ ചാട്ടവാറടി കൊണ്ട് പരിക്കേറ്റു. അത് തൻ്റെ ശരീരത്തിൽ ഇന്നും പെർമനൻ്റായ ഒരു പാടായി മാറി. ഒരു പക്ഷേ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം അദ്ദേഹത്തിന് ഇടിമിന്നലേറ്റു എന്നതാണ്. പലരും ഈ സംഭവത്തെ ഒരു ദൈവിക അടയാളമായോ അദ്ദേഹം ചിത്രീകരിക്കുന്ന ത്യാഗത്തിൻ്റെ മരവിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലായോ വ്യാഖ്യാനിച്ചു. സിനിമയുടെ സാങ്കേതിക സംഘത്തിനും അസാധാരണമായ സംഭവങ്ങൾ നേരിടേണ്ടി വന്നു. ചില അംഗങ്ങൾ സെറ്റിൽ വിശദീകരിക്കാനാവാത്ത ഒരു സാന്നിധ്യം അനുഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തു. മറ്റുള്ളവർ നിർണായക നിമിഷങ്ങളിൽ നിർണായക ഉപകരണങ്ങൾ വിശദീകരിക്കാനാവാത്ത വിധം പരാജയപ്പെടുന്നത് കണ്ടു. ടീമിനെ നിരുത്സാഹപ്പെടുത്തുന്നതിന് പകരം ഈ വിചിത്ര സംഭവങ്ങൾ അവരുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുന്നതായി തോന്നി. പലരും വിശ്വസിച്ചത് തങ്ങൾ ഒരു സിനിമയേക്കാൾ വളരെ വലിയ ഒന്നിൻ്റെ ഭാഗമാണ് എന്നാണ്. സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ വിവാദങ്ങൾ ഉണ്ടായി. പ്രത്യേകിച്ച് അതിൻ്റെ ഗ്രാഫിക് വയലൻസും യഹൂദ വിരുദ്ധ ആരോപണങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാൽ ഡയറക്ടർ മെൽ ഗിബ്സൺ തൻ്റെ ദർശനത്തിൽ ഉറച്ചുനിന്നു. ബൈബിൾ സംഭവങ്ങളുടെ ആഴത്തിലുള്ള വിശ്വസ്തമായ ചിത്രീകരണമായി തൻ്റെ സിനിമയെ വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സമർപ്പണം വളരെ ആഴമേറിയതായിരുന്നു. അന്നത്തെ പ്രധാന സ്റ്റുഡിയോകൾ ഈ പ്രോജക്റ്റ് നിരസിച്ചതിനെ തുടർന്ന് അദ്ദേഹം $30 മില്യൺ ഈ സിനിമയുടെ നിർമ്മാണത്തിന് വ്യക്തിപരമായാണ് ധനസഹായം നൽകിയത്. അതുപോലെ തൻ്റെ കരിയറിനെ അത് ദോഷകരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും യേശുവായി അഭിനയിച്ച കാവിസൽ ആ വേഷം സ്വീകരിച്ചു. അചഞ്ചലമായ ബോധ്യത്തോടെ അദ്ദേഹം പ്രതികരിച്ചു, കഠിനമാണെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നു. ആ പ്രോജക്റ്റിൻ്റെ പിന്നിലെ പ്രേരക ശക്തിയായി ഈ കമ്മിറ്റ്മെൻറ്റ് മാറി. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൻ്റെ സെറ്റ് ശാരീരികമായും ആത്മീയമായും കഠിനമായിരുന്നു. പേമാരിയിലും തണുത്തുറഞ്ഞ രാത്രികളിലുമാണ് ഷൂട്ട് ചെയ്തത്. അഭിനേതാക്കൾ വൈകാരികമായ അന്തരീക്ഷത്തിൽ ഡയറക്ടർ ആവശ്യപ്പെടുന്ന രംഗങ്ങൾ വളരെ സഹനത്തോടെയാണ് അഭിനയിച്ചത്. ചിലർക്ക് ഈ അനുഭവം വളരെ വ്യക്തിപരമായി മാറി. പീലാത്തോസിൻ്റെ ഭാര്യയായി അഭിനയിച്ച ക്ലൗഡിയ ഗെറിനെ ചിത്രീകരണത്തിനിടെ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആവർത്തിച്ചു വരുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. അത് അവളുടെ വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും ആഴത്തിൽ സ്വാധീനിച്ച ദർശനങ്ങളായി മാറി. ചിത്രീകരണത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നീണ്ടുനിൽക്കുന്ന മുറിവുകൾ അവശേഷിപ്പിച്ചു. പൊന്തിയോസ് പിലാത്തോസിനെ അവതരിപ്പിച്ച റിസ്റ്റോ ഷോപ്പോ എന്ന നടൻ ഒരു രംഗത്തിനിടെ മേശയിൽ ബലമായി ഇടിക്കുന്നതിനിടെ കൈത്തണ്ടയ്ക്ക് പരിക്കേറ്റു. പക്ഷേ സിനിമയുടെ സന്ദേശവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏതൊരു ത്യാഗവും നിസ്സാരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വേദനയിലൂടെ മുന്നോട്ടു പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. മെൽ ഗിബ്സൺ ഈ വെല്ലുവിളികളെ ആരാധനയോടെയും ആശങ്കയോടെയും കണ്ടു. ബുദ്ധിമുട്ടുകൾ പ്രോജക്റ്റുമായുള്ള ടീമിൻ്റെ വൈകാരിക ബന്ധം ശക്തിപ്പെടുത്തിയെങ്കിലും അവരുടെ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദത്തെക്കുറിച്ച് അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. എന്നാൽ ഈ സമർപ്പണം ഒരു ഐക്യബോധം വളർത്തി. അവർ ശരിക്കും അസാധാരണമായ എന്തെങ്കിലും സൃഷ്ടിക്കുകയാണെന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തി. ഒരു അവസരത്തിൽ ഒരു പ്രധാന രംഗത്തിനിടെ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് സെറ്റിൽ വീശിയടിച്ചു. ക്രൂവിൽ നിന്ന് വെറും മീറ്ററുകൾ അകലെ മിന്നൽ പിണർ വീശി. ചിലർ ഇതിനെ പ്രോജക്റ്റിൻ്റെ ആത്മീയ പ്രാധാന്യത്തിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി വ്യാഖ്യാനിച്ചു.
മറ്റൊരു സന്ദർഭത്തിൽ ലൈറ്റ് വസ്ത്രങ്ങൾ ധരിച്ച ഒരു നിഗൂഢ വ്യക്തി അവരുടെ ഇടയിൽ നിശബ്ദമായി നടക്കുന്നത് കണ്ടതായി മറ്റു താരങ്ങൾ അവകാശപ്പെട്ടു. ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാന്നിധ്യമായിരുന്നു അത്. സിനിമയുടെ റിലീസിന് ശേഷം വൈകാരികമായ കാര്യങ്ങൾ കൂടുതലായി സംഭവിച്ചു. ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിട്ടും യേശുവായി അഭിനയിച്ച ജിം കാവിസലിൻ്റെ കരിയർ തിരിച്ചടികൾ നേരിട്ടു. പക്ഷേ പിന്നീട് അദ്ദേഹം ഈ അവസ്ഥയോട് പൊരുത്തപ്പെട്ടു. ഈ പ്രോജക്റ്റിലെ തൻ്റെ പങ്ക് പ്രൊഫഷണൽ അംഗീകാരത്തേക്കാൾ പ്രധാനമാണെന്ന് വിശ്വസിച്ചു. സിനിമയുടെ സ്വാധീനം ലോകമെമ്പാടും വ്യാപിച്ചു. ചില രാജ്യങ്ങൾ അതിൻ്റെ ഗ്രാഫിക് ഉള്ളടക്കത്തിൻ്റെ പേരിൽ അത് സെൻസർ ചെയ്തെങ്കിലും ദശലക്ഷക്കണക്കിന് ആളുകൾ അത് കാണാനുള്ള വഴികൾ കണ്ടെത്തി. അത്തരം വിഷയങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടാത്ത പ്രദേശങ്ങളിൽ പോലും വിശ്വാസത്തെയും ആത്മീയതയെയും കുറിച്ചുള്ള സംഭാഷണങ്ങൾക്ക് തുടക്കം വിട്ടു. വിമർശനങ്ങളിൽ തളരാതെ ഡയറക്ടർ മെൽ ഗിബ്സൺ തൻ്റെ സൃഷ്ടിപരമായ ദർശനത്തെ അഥവാ ക്രിയേറ്റീവ് വിഷനിനെ ന്യായീകരിച്ചു. യേശുവിൻ്റെ ത്യാഗത്തിൻ്റെ ഗൗരവം അറിയിക്കുന്നതിന് സിനിമയിൽ വൈകാരികമായ തീവ്രത അനിവാര്യമാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഈ പ്രതിബദ്ധത പ്രേക്ഷകരിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചു. നിരവധി അന്യമതസ്ഥരായ കാഴ്ചക്കാരെ ആകർഷിച്ചു. $30 മില്യൺ മിതമായ ബജറ്റിൽ ഇറങ്ങിയ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ആഗോളതലത്തിൽ $600 മില്യൺ സമ്പാദിച്ചു. മതത്തിൻ്റെ പ്രമേയമുള്ള സിനിമകളുടെ കൂട്ടത്തിൽ റെക്കോർഡുകളാണ് സൃഷ്ടിച്ചത്. അതിൻ്റെ സാമ്പത്തിക വിജയം മെൽ ഗിബ്സണും സംഘവും വിവിധ വിശ്വാസ അധിഷ്ഠിത ജീവകാരുണ്യ സംരംഭങ്ങളെ പിന്തുണയ്ക്കുവാനാണ് ഉപയോഗിച്ചത്. അങ്ങനെ സ്ക്രീനിനപ്പുറം നീണ്ടു നിൽക്കുന്ന ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചു. ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയുടെ നിർമ്മാണം ഒരു ചലച്ചിത്ര നിർമ്മാണം എന്നതിലുപരിയായിരുന്നു. വിശ്വാസം, ത്യാഗം, സഹിഷ്ണുത എന്നിവ സമന്വയിപ്പിച്ച ശക്തമായ ഒരു അനുഭവമായി അത് മാറി. അതിൽ ഉൾപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കഥയുടെ പുനരാഖ്യാനം മാത്രമായിരുന്നില്ല, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ പ്രതിധ്വനിക്കുന്ന ഒരു ആഴമേറിയ ആത്മീയ സത്യത്തെ ബഹുമാനിക്കുന്നതായിരുന്നു. ദി പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ ഒറിജിനൽ ഭാഷകൾ ഉപയോഗിക്കാനുള്ള മെൽ ഗിബ്സന്റെ തീരുമാനം ചിത്രീകരണ പ്രക്രിയയ്ക്ക് സങ്കീർണത വർദ്ധിപ്പിച്ചു. പക്ഷേ അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിനെ ന്യായീകരിച്ചു. അത് ചിത്രീകരിക്കപ്പെടുന്ന ചരിത്ര സംഭവങ്ങളുമായി ആഴത്തിലുള്ള ബന്ധം സൃഷ്ടിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആധികാരികതയോടുള്ള തൻ്റെ സമർപ്പണം സിനിമയുടെ സെറ്റിൻ്റെ ഡിസൈനിലേക്കും വ്യാപിച്ചു. ഇറ്റലിയിലെ മറ്റെറായിലെ കല്ലുകൊണ്ടുള്ള തെരുവുകൾ പുരാതന യെരൂശലേമിനോട് സാമ്യമുള്ള രീതിയിൽ രൂപാന്തരപ്പെട്ടു. നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്നത് പോലെ തോന്നുന്ന റിയലിസ്റ്റിക് ഘടനകൾ നിർമ്മിക്കുവാൻ പ്രാദേശിക കലാകാരന്മാരും മരപ്പണിക്കാരും മാസങ്ങളാണ് ചെലവഴിച്ചത്. അതേസമയം പുരാവസ്തു ചിത്രീകരണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കോസ്റ്റ്യൂം ഡിസൈനർമാർ വസ്ത്രങ്ങൾ നിർമ്മിച്ചു. ഇത് സിനിമയുടെ ആഴത്തിലുള്ള അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തി. പല അഭിനേതാക്കളും തങ്ങൾ കാലത്തിൻ്റെ പുറകോട്ട് പോയതായി തോന്നിയതായി അഭിപ്രായപ്പെട്ടു. ഈ സിനിമയുടെ തിരക്കഥയിൽ തന്നെ വിപുലമായ പരിഷ്കാരങ്ങൾ വരുത്തി. തുടക്കത്തിൽ ചില അപ്പോക്രിഫൽ ഭാഗങ്ങൾ, അതായത് 66 പുസ്തകങ്ങളിൽ ഇല്ലാത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ മെൽ ഗിബ്സൺ ആലോചിച്ചിരുന്നു. എന്നാൽ വ്യക്തത നിലനിർത്തുന്നതിനും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിനും കാനോനിക്കൽ ഗ്രന്ഥങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ദൈവശാസ്ത്ര ഉപദേഷ്ടാക്കൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ബൈബിൾ കൃത്യതയെ സിനിമാറ്റിക് കഥപറച്ചിലിൻ്റെ ആവശ്യകതകളുമായി ബാലൻസ് ചെയ്യുവാൻ ടീം പ്രവർത്തിച്ചു. സിനിമയിലെ ക്രിയേറ്റീവ് ചോയ്സസ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിനിമയുടെ പരമ്പരാഗത പ്രതീക്ഷകളെയുമാണ് വെല്ലുവിളിച്ചത്. ഉദാഹരണത്തിന്, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ സാത്താനെ ഒരു അമാനുഷിക വ്യക്തിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. സാത്താൻ്റെ അവ്യക്തതയും വഞ്ചനയും കാണിക്കാനുള്ള ബോധപൂർവമായ തീരുമാനമായിരുന്നു അത്. ചിത്രത്തിൻ്റെ സൂക്ഷ്മമായ വിശദാംശങ്ങളും ആധികാരികതയോടുള്ള സമർപ്പണവും മതപരമായ പ്രമേയമുള്ള സിനിമയുടെ മാനദണ്ഡങ്ങളെ പുനർനിർവചിച്ചു. ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയുടെ പൈതൃകം അതിൻ്റെ റിലീസിനപ്പുറം നീണ്ടുനിന്നു. റിലീസായി 1 വർഷത്തിനു ശേഷം 2005 മുമ്പ് റിലീസ് ചെയ്യാത്ത ക്ലിപ്പുകൾ ഉപയോഗിച്ച് ചിത്രം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചും വീണ്ടും റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ചും ചർച്ചകൾ ആരംഭിച്ചു. തങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവങ്ങളെയും അന്തിമഘട്ടത്തിലെത്താത്ത രംഗങ്ങളെയും കുറിച്ച് അഭിനേതാക്കളുമായി നടത്തിയ അഭിമുഖങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ സിനിമയുടെ സ്വാധീനം ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കാം. ലോകമെമ്പാടുമുള്ള സംവിധായകർ അതിൻ്റെ റിയലിസം അഥവാ യാഥാർത്ഥ്യബോധവും വൈകാരികമായ ആഴവും കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടു. ബൈബിൾ, ആത്മീയ വിവരണങ്ങൾ എന്നിവയെ അവർ കൂടുതൽ ഗൗരവമായി എടുത്തു. ക്രൈസ്തവ സമൂഹങ്ങളും സിനിമയെ ഒരു വിദ്യാഭ്യാസ ഉപകരണമായി ഉപയോഗിക്കുവാൻ തുടങ്ങി. ആത്മീയ പ്രതിഫലനത്തിനായി പരിപാടികളിലും വർക്ക്ഷോപ്പുകളിലും ഇത് പ്രദർശിപ്പിക്കുവാൻ തുടങ്ങി. ഈ സിനിമയുടെ വിജയം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ധനം നൽകി. ദരിദ്ര സമൂഹങ്ങളിൽ ആശുപത്രികളും സ്കൂളുകളും നിർമ്മിക്കുന്നതിൽ മെൽ ഗിബ്സണും നിർമ്മാണത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരും സംഭാവനകൾ നൽകി. ചിത്രത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രമേയങ്ങളെ ഇത് ശക്തിപ്പെടുത്തി. അതിൻ്റെ പൈതൃകം നിലനിർത്തുന്നതിനായി സിനിമ ഡിജിറ്റൈസേഷന് വിധേയമായി. ഡിജിറ്റൽ ഫോർമാറ്റുകളിൽ പരിചിതരായ പുതിയ തലമുറകൾക്ക് ഹൈ ഡെഫിനിഷനിൽ ആസ്വദിക്കുവാൻ കഴിയുമെന്ന് ഉറപ്പാക്കി.
കൂടാതെ ഈ സിനിമയുടെ 2ാം ഭാഗവും ഉണ്ടാകുമെന്ന് ഡയറക്ടർ മെൽ ഗിബ്സൺ പ്രഖ്യാപിച്ചു. ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പേരാണ് നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൻ്റെ അതേ ആഖ്യാന തീവ്രതയും ചരിത്രപരമായ പ്രാധാന്യവും നിലനിർത്തിക്കൊണ്ട് ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വിവരണങ്ങൾ തുടരുക എന്ന ലക്ഷ്യമാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. ഈ വീഡിയോ നിങ്ങളുമായി പ്രതിധ്വനിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻ്റ് ഇടുക. അർത്ഥവത്തായ ഉള്ളടക്കം സൃഷ്ടിക്കുന്നത് തുടരുവാൻ നിങ്ങളുടെ പിന്തുണ ഞങ്ങളെ സഹായിക്കുന്നു. റിലീസ് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷവും ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഫിലിം ഫെസ്റ്റിവലുകളിലും കോൺഫറൻസുകളിലും ചർച്ചകൾക്ക് തുടക്കമിടുന്നു. ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഒരു സിനിമാറ്റിക് നേട്ടമായി മാത്രമല്ല, ആത്മീയവും സാംസ്കാരികവുമായ പ്രതിഫലനത്തിന് പ്രചോദനം നൽകുന്ന ഒരു മഹത്തായ സംഭവമായും ഇന്നും നിലനിൽക്കുന്നു.